അതെ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വട നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് 1 കപ്പ് റവ കൊണ്ടാണ് കേട്ടോ. ഇത്രയും വട നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 കപ്പ് റവയിൽ നിന്നാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും ഒരു ചെറിയ ഉള്ളിയുടെ കഷ്ണവും ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്ത് കുറച്ച് നമ്മുടെ കരിവേപ്പില ഇട്ട് കൊടുത്ത് അതിനെ നന്നായിട്ടൊന്ന് നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് നമ്മൾ ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ 1 കപ്പ് റവ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ റവയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ആ തിളച്ച വെള്ളത്തിലിട്ട് റവയൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് നന്നായിട്ട് തന്നെ അതിനകത്ത് വെള്ളമെല്ലാം പറ്റി ഈ ഒരു പരുവത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചൂടാറിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ നമ്മുടെ വടയുടെ പരുവത്തിൽ ഇതുപോലെ ഉണ്ടാക്കി നടുക്കൊരു ഹോൾ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് എണ്ണ നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് ഇത് ഓരോന്ന് കുറേശ്ശെ വീതി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ട് മറിച്ചും തിരിച്ചു നോക്കിയിട്ട് ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചായക്ക് ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം പറയണം. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മുരുമരാന്നുള്ള ഈ വടയുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്തേക്കണേ. താങ്ക്